നമ്മൾ ഇന്ന് മോഡ്യൂൾ 1 ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. മോഡ്യൂൾ 1 അകത്ത് മൊത്തം 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേരാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് എന്താണ് റിഡംഷൻ, പിന്നെ എന്താണ് അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ്, പിന്നെ ജേർണൽ എൻട്രീസ്, അതിന് ശേഷം ഇതിൻ്റെ പ്രോബ്ലംസ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഈ ഒന്നാമത്തെ മോഡ്യൂൾ എന്നുള്ളതിൻ്റെ അകത്ത് ഫുൾ ജേർണൽ എൻട്രീസ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തിയറി പോർഷൻസ് അങ്ങ് കവർ ചെയ്യാം, അതിന് ശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്നുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഈ ഒരു ചാപ്റ്റർ തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നാണ്. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. Preference shares are those shares which carry a preferential right for payment of dividend, repayment of capital in the event of winding up. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്, അതായത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് ചില കാര്യങ്ങളിൽ എന്താണ് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഒന്ന്, ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിലും, രണ്ടെന്താണ് വൈൻഡിങ് അപ്പ്, അതായത് ലിക്വിഡേഷൻ്റെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലും ഇവർക്ക് എന്തുണ്ട്? പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർസിന് എന്ത് ചെയ്യുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുകയുള്ളൂ. അതുപോലെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുവാണെങ്കിൽ ആദ്യം ഇവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർസിൻ്റെയൊക്കെ ക്യാപിറ്റൽ എന്ത് ചെയ്യുള്ളൂ? തിരിച്ച് കൊടുക്കുകയുള്ളൂ. അടുത്തത്, പ്രിഫറൻസ് ഷെയർസ് മേ ബി റിഡീമബിൾ ഓർ ഇറഡീമബിൾ. അതായത് പ്രിഫറൻസ് ഷെയർസ് ഒന്നെങ്കിൽ റിഡീമബിൾ ആവാം, അല്ലെങ്കിൽ ഇറഡീമബിൾ ആവാം. അപ്പോൾ എന്താണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നാണ് ഇനി പറയുന്നത്. റിഡീമബിൾ പ്രിഫറൻസ്, ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ക്യാൻ ബി റിഡീം ആഫ്റ്റർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. Redemption means paying back. Redemption of preference shares means paying back the preference share capital to the holders. എന്താണെന്ന് മനസ്സിലായോ? അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും? ഈ വ്യക്തിയുടെ ക്യാപിറ്റൽ ഇയാൾക്ക് തിരിച്ചു കൊടുക്കുന്നതിനാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. കേട്ടോ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ക്യാൻ ബി റിഡീം ആഫ്റ്റർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഒരു നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഇയാളുടെ ക്യാപിറ്റൽ റിഡീം ചെയ്യും, അതായത് പേയിങ് ബാക്ക്, തിരിച്ചു കൊടുക്കും. അതിനെയാണ് നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇത് റിഡംഷൻ ഉദ്ദേശിക്കുന്ന പേയിങ് ബാക്ക് ആണ്. അതായത് ഇയാൾ കമ്പനിയിലോട്ട് മുടക്കിയിട്ടുള്ളത് ഇയാൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത വർഷം കഴിയുമ്പം തിരിച്ചു കൊടുക്കുന്നു. അതാണ് റിഡംഷൻ എന്ന് പറയുന്നത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡംഷൻ എന്ന് പറഞ്ഞാൽ പേയിങ് ബാക്ക് ആണ്, തിരിച്ചു കൊടുക്കണം. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവരുടെ പ്രിഫറൻസ് ഷെയർസ് ആ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് നമ്മൾ കമ്പനി എന്ത് ചെയ്യുന്നു? തിരിച്ചു നൽകുന്നു. അതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. Redemption of preference shares requires a special resolution passed by the company and the sanction of court. അതായത് ഇങ്ങനെ റിഡംഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും ചെയ്യണം. കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ കോർട്ടിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ? റിഡംഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. Such shares can be repaid by the company on the certain conditions. അതായത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് പാലിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവരുടെ ക്യാപിറ്റൽ ഇവർക്ക് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയാം. ആദ്യം പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് പറഞ്ഞു. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്, അതായത് അവർക്ക് ചില കാര്യങ്ങളിൽ ഒരു മുൻഗണനയുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഒന്ന്, ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിലും, രണ്ട്, ക്യാപിറ്റൽ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലും അവർക്ക് എന്തുണ്ട്? ഒരു മുൻഗണനയുണ്ട് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അപ്പം പ്രിഫറൻസ് ഷെയർസ് ഒന്നെങ്കിൽ റിഡീമബിൾ ആവാം, അല്ലെങ്കിൽ ഇറഡീമബിൾ ആവാം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ റിഡംഷനാണ് പഠിക്കുന്നത്, റിഡീമബിൾ ആണ് പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്റർ ഉടനീളം. അപ്പം പ്രിഫറൻസ് ഷെയർസ് ഒന്നെങ്കിൽ റിഡീമബിൾ ആവാം, അല്ലെങ്കിൽ ഇറഡീമബിൾ ആവാം. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഒരു സർട്ടൺ നമ്പർ ഓഫ് ഇയേഴ്സിന് ശേഷം, അതായത് ഒരു നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ഇവർക്ക് തിരിച്ചു നൽകുന്നു. അങ്ങനെ തിരിച്ചു നൽകുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ഇങ്ങനെ റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതോടൊപ്പം തന്നെ കോർട്ടിൻ്റെ, അതായത് കോടതിയുടെ അനുമതിയോടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? റിഡംഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി റിഡംഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് അവർ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ കണ്ടീഷൻസ് ഓർ ലീഗൽ പ്രൊവിഷൻസ് ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഇത് എല്ലാത്തിൻ്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്റർ ബോണസ് ഷെയർസ് ആണ്, അതിൻ്റെ അടുത്ത ചാപ്റ്റർ ബൈബാക്ക് ആണ്.
അപ്പോൾ ഇങ്ങനെ എല്ലാ ചാപ്റ്ററിലും നമ്മൾ പഠിക്കണം. ഈ ചാപ്റ്റർ റിഡംഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ റിഡംഷൻ പഠിക്കുമ്പോൾ റിഡംഷൻ നടത്തണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അടുത്ത ബോണസ് ഷെയർസിനെ പഠിക്കുമ്പോൾ ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ബൈബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈബാക്ക് ഓഫ് ഷെയർസ് ഇഷ്യൂ നടത്തണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എല്ലാ ചാപ്റ്ററിലും കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇതിൻ്റെ അത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ച് പഠിച്ചോളൂ കേട്ടോ. അപ്പം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിലെ ലീഗൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമത്, preference shares shall be redeemed only if they are fully paid up. If the shares are partly paid up, they must be made fully paid up. അപ്പോൾ ഇങ്ങനെ റിഡംഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. അതായത് 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ 10 രൂപയും കമ്പനി വിളിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഒരു നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പം സപ്പോസ് നമ്മുടെ ആ ഒരു ഷെയർസ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെന്ന് കരുതുക. അതായത് 10 രൂപയുടെ ഷെയർ ആണ്, അതിൻ്റെ അത് 8 രൂപ വരെയാണ് കമ്പനി വിളിച്ചിട്ടുള്ളൂ, ബാക്കി 2 രൂപ കമ്പനി കോൾ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഡീം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക. ഇനിയിപ്പോൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. രണ്ടാമത്തെ, shares shall be redeemed either out of the divisible profit of the company or out of the proceeds of fresh issue of shares. അതായത് ഇങ്ങനെ റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എന്താണ് ഒരു നിശ്ചിത വർഷം, ഫോർ എക്സാമ്പിൾ ഇപ്പം 10 വർഷത്തിന് ശേഷം ഒരു വ്യക്തിയുടെ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസ് എന്താണ് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം എന്ന് കരുതുക. 10 ലക്ഷം രൂപയാണ് അയാൾ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം എന്ന് കരുതുക. അപ്പോൾ ഒന്നെങ്കിൽ ആ 10 ലക്ഷം കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാം. അയാൾക്ക് എന്താണേലും നിശ്ചിത വർഷത്തിന് ശേഷം നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. അതായത് ഒന്നെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുക, അല്ല എങ്കിൽ പുതിയതായിട്ട് ഫ്രഷ് ഇഷ്യൂ, അതായത് ഇക്വിറ്റി ഷെയർസ് പുതിയതായിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തുക. അങ്ങനെ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടും ഇവരുടെ പൈസ എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഒന്നെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ്സിൽ നിന്ന് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തി കൊടുക്കുക. അടുത്ത, പ്രീമിയം ഇഫ് എനി പേബിൾ ഓൺ റിഡംഷൻ ക്യാൻ ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചോണം, കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി 10 ലക്ഷം രൂപ നമ്മുടെ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഒരു നിശ്ചിത വർഷം, 10 വർഷമാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ആ 10 വർഷത്തിന് ശേഷം നമ്മൾ അത് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുക. അപ്പോൾ ഈ 10 വർഷം അയാളുടെ പൈസ നമ്മുടെ കമ്പനിയിലായിരുന്നു. ആ 10 വർഷത്തിന് ശേഷം നമ്മൾ അയാൾക്ക് അയാളുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം ചിലപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ആ 10 ലക്ഷം തന്നെയായിരിക്കും കൊടുക്കുക. ഇനി ചില കേസിൽ ഇയാളുടെ പണം ഇത്ര നാളും നമ്മുടെ കമ്പനിയിൽ കിടന്നതല്ലേ, അതുകൊണ്ട് ഇയാൾക്കൊരു പ്രീമിയമോടെ കൂട്ടിയിട്ട് കൊടുത്തേക്കാന്ന് ചിലപ്പം കരുതും, ചില കമ്പനികൾ കരുതും. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് 10% പ്രീമിയോടെ കൂട്ടി അവർക്ക് തിരിച്ച് കൊടുക്കുവാണ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ 10% എത്രയാണ്, 1 ലക്ഷം. അപ്പം തിരിച്ചു കൊടുക്കുന്നത് 11 ലക്ഷം. അതായത് 10 ലക്ഷം ഈ 1 ലക്ഷോടെ കൂട്ടി 11 ലക്ഷമാണെന്ന് കരുതുക. നോർമൽ കേസിൽ 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കുന്നത് എന്താണേലും അയാൾ ഇട്ടത് 10 ലക്ഷം ആണെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ 9 ലക്ഷം ആകാൻ പറ്റുമോ? ഇല്ല. കാരണം അയാൾ ഇട്ടത് എത്രയാണോ അത് നമ്മൾ മസ്റ്റായിട്ട് തിരിച്ചു കൊടുത്തിരിക്കാം. 10 ലക്ഷം രൂപ ഒരാൾ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ നിശ്ചിത വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപ നമ്മൾ എന്താണേലും മസ്റ്റായിട്ട് തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പം ചില കേസിൽ എന്ത് ചെയ്യും, ഇത്ര നാൾ ഇവരുടെ പൈസ ഇവിടെ കിടന്നതല്ലേ എന്ന് കരുതി അവർക്ക് ഒരു പ്രീമിയോടെ ഇട്ടിട്ടായിരിക്കും തിരിച്ചു കൊടുക്കുക. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ചിലപ്പം 10% അല്ലെങ്കിൽ അവർ എത്രയാണെന്ന് ക്വസ്റ്റിനെ പറയും, 10% പ്രീമിയോടെ കൂട്ടിയാണ് തിരിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് 10% കൂട്ടുക. അപ്പം 11 ലക്ഷം രൂപ അവർക്ക് തിരിച്ചു കൊടുക്കണം. അവർ മുടക്കി ആ മുതലുണ്ടല്ലോ, ആ 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. അതായത് അവരുടെ അവർ എത്ര രൂപ നമ്മുടെ ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തോ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയ ഫ്രഷ് ഇഷ്യൂ നടത്താന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പ്രീമിയത്തോട് കൂടിയാണ്, അതാണ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. പ്രീമിയം ഇഫ് എനി പേബിൾ ഓൺ റിഡംഷൻ ക്യാൻ ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ഇനിയിപ്പോൾ പ്രീമിയത്തോട് കൂടിയാണ് തിരിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആ പ്രീമിയം ഇത് 11 ലക്ഷം എന്ന് നമ്മൾ ഒന്നിച്ച് പറയുമല്ല, 10 അവർ മുടക്കിയ മുതലും 1 ലക്ഷം പ്രീമിയം, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 10 ലക്ഷം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാം, ഒന്നെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ പുതിയ ഫ്രഷ് ഇഷ്യൂ നടത്താം. ഇനി അവർക്ക് കൊടുക്കുന്ന പ്രീമിയം ഉണ്ടല്ലോ, അതായത് 10 ലക്ഷം രൂപ ഇട്ടതല്ലേ, നിങ്ങളൊരു 10% പ്രീമിയോടെ നിങ്ങൾക്ക് ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ 10% പ്രീമിയം ഉണ്ടല്ലോ, അതായത് 1 ലക്ഷം രൂപ, ആ 1 ലക്ഷം രൂപ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാത്രം എടുത്തേ കൊടുക്കാനായിട്ട്
പറ്റുള്ളൂ. അല്ലാതെ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പം സഫീഷ്യൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവർക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, പ്രീമിയം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത, where redemption of preference shares is made out of the profit, a sum equal to the amount paid on redemption should be transferred to capital redemption reserve account. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഇവരുടെ പണം നമ്മൾ തിരികെ കൊടുത്തതെന്ന് കരുതുക. അങ്ങനെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇവരുടെ ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് കൊടുത്തതെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്ര രൂപ സം ഈക്വൽ ടു അതായത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്ര രൂപയാണോ എടുത്തത് ആ സെയിം എമൗണ്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ്, അതായത് ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ ഒക്കെ നടത്തിയാണ് നമ്മൾ പൈസ കണ്ടെത്തിയെങ്കിൽ പ്രശ്നമില്ല. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം എന്ന് കരുതുക, 10 ലാക്ക് തിരിച്ചു കൊടുക്കണം എന്ന് കരുതുക. കമ്പനിയുടെ പ്രോഫിറ്റിൽ 6 ലക്ഷം രൂപയെ കൊടുക്കാനായിട്ട് ഉള്ളൂ. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൽ അയാൾക്ക് കൊടുക്കാൻ 6 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി എത്ര ലക്ഷമോടെ നമ്മൾ കണ്ടെത്തണം, 4 ലക്ഷമോടെ കണ്ടെത്തണം. അപ്പം കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ 6 ലക്ഷം രൂപ എടുക്കും, 4 ലക്ഷം നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്, ഫ്രഷ് ഇഷ്യൂ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അപ്പം ഈ പോയിന്റ്, ഇപ്പം നമ്മൾ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്ര രൂപ എടുത്ത് നമ്മൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ ആ സെയിം എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര രൂപയാണ് ക്യാപിറ്റൽ റിഡംഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തത് 6 ലക്ഷമാണ്. ആ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തത് മാത്രം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ഈ 6 ലക്ഷമാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അടുത്ത, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഷുഡ് നോട്ട് ബി റിഗാർഡഡ് ആസ് റിഡക്ഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതായത് രണ്ടും തമ്മിൽ മാറിപ്പോയിരുന്നത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റലും രണ്ടാണ്. റിഡംഷൻ എന്ന് പറയുന്നത് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം അവരുടെ പണം തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ ഉദ്ദേശിക്കുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ 10 ലക്ഷം ഉള്ളതാണെങ്കിൽ അത് ഒരു 8 ലക്ഷം രൂപയായിട്ട് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ. അതായത് രണ്ടാണെന്നാണ് പറയുന്നത്. രണ്ടും ഒരു ഇതാണ് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത്രയാണ് ഈ പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കണ്ടീഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് ഒന്നെങ്കിൽ റിഡീമബിൾ ആവാം അല്ലെങ്കിൽ ഇർറിഡീമബിൾ ആകാമെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത്? These shares are not redeemable except on the liquidation of the company. However, under the Indian Companies Act, a company cannot issue irredeemable preference shares. ഇത് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് ലിക്വിഡേറ്റ് ആവുന്നു, അതായത് കമ്പനി എന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നോ അന്ന് മാത്രമേ ഈ മുടക്കിയവരുടെ പൈസ എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു കൊടുക്കുകയുള്ളൂ. അതാണ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇനി നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഒരു കമ്പനിക്കും ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം റിഡീമബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം അവരുടെ ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡീമബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറിഡീമബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ന് ലിക്വിഡേറ്റ് ആവുന്നു ആ ടൈമിലായിരിക്കും എന്ത് ചെയ്യുക, അവരുടെ ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു കൊടുക്കുള്ളൂ. ഇതാണ് ഇറിഡീമബിൾ. ഇനിയിപ്പം നമുക്ക് ജേർണൽ എൻട്രീസ് ആണ് പഠിക്കാനുള്ളത്. അതായത് റിഡംഷൻ്റെ ജേർണൽ എൻട്രീസ്, അതായത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോഴത്തെ ജേർണൽ എൻട്രീസ് ആണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഫുൾ, ഈ ജേർണൽ എൻട്രീസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫുൾ പോകുന്നത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി പഠിക്കേണ്ട, ഈ ഓർഡർ നോക്കി വേണം, ഞാനിപ്പോൾ ഈ പറയുന്ന ഓർഡർ നോക്കി വേണം ജേർണൽ എൻട്രീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോ ഒരു തവണ കാണുക, അതിന് ശേഷം ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതുക, ജേർണൽ എൻട്രീസും എല്ലാ കാര്യങ്ങളും എഴുതുക. അതിന് ശേഷം വേണം പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രിയിലോട്ട് പോവാം. അപ്പോൾ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്നാമത്തെ എന്തായിരുന്നു, അതായത് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഡീം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണമായിരുന്നു, ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഡീം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് പറയുന്നത്. അപ്പോൾ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞേ, അതായത് 10 രൂപയുടെ ഷെയർ ആണ്, 8 രൂപ വരെ 8 രൂപ വരെ പെയ്ഡപ്പ് ആയിട്ടുള്ളൂ, ബാക്കി 2 രൂപ എന്ത് ചെയ്തിട്ടില്ല, കോള് വിളിച്ചിട്ടില്ല. അപ്പം കോള് വിളിക്കുന്ന ജേർണൽ എൻട്രി ആണ് പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്ന ജേർണൽ എൻട്രി. കോള് വിളിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ കോളിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ്, പ്രിഫറൻസ് ഷെയർ ഫൈനൽ, 2 ജേർണൽ എൻട്രീസ് ആണല്ലോ ഓരോന്നിനും വരുന്നത്. ആപ്ലിക്കേഷൻ 2, അലോട്ട്മെൻറ്റിന് 2, ഫസ്റ്റ് കോൾ 2, സെക്കൻഡ് കോൾ 2. അതിൻ്റെ അകത്ത് ഫൈനൽ കോളിൻ്റെ ജേർണൽ എൻട്രി വേണം നമ്മൾ ഇവിടെ എഴുതാനായിട്ട്. ഫൈനൽ കോളിൻ്റെ 2 ജേർണൽ ഉണ്ടല്ലോ, പ്രിഫറൻസ് ഷെയർ, ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ പൈസ അടയ്ക്കുമ്പോഴത്തെ ജേർണൽ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ.
പ്രിഫറൻസ് ഷെയർ, ഫൈനൽ കോൾ. അത് നിങ്ങൾക്ക് ഇത് രണ്ടും നമുക്ക് സുപരിചിതമായിട്ടുള്ള ജേർണൽ എൻട്രിയാണ്. അത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ എഴുതേണ്ടത്? പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ഇനിയിപ്പം ക്വസ്റ്റ്യൻ ഫുള്ളി പെയ്ഡപ്പ് ആണെന്ന് കരുതുക. 10 രൂപയുടെ ഷെയർ 10 രൂപയും കമ്പനി വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ജേർണൽ എൻട്രിയുടെ ആവശ്യം ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം ഏത് ജേർണൽ എൻട്രി എന്നുള്ളത് തീരുമാനിക്കണം കേട്ടോ. അപ്പം 10 രൂപയുടെ ഷെയർ 7 രൂപയെ വിളിച്ചിട്ടുള്ളതെന്ന് പറയുവാണെങ്കിൽ അത് പാർട്ട്ലി പെയ്ഡപ്പ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ നമ്മൾ ഈ ജേർണൽ എൻട്രി എഴുതിയിട്ടാണ് അതിനെ നമ്മൾ എന്താക്കുന്നത്? ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നത്. അപ്പോൾ ആ കോൾ വിളിക്കുന്ന ജേർണൽ എൻട്രി ആണ് ഈ രണ്ടെണ്ണം. ലാസ്റ്റ് ഫൈനൽ കോളിൻ്റെ ജേർണൽ എൻട്രി. അപ്പോൾ ഇനി അപ്പോൾ ഒന്നാമത്തെ മനസ്സിലല്ല, പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നത്. അടുത്ത ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു, അതായത് സഫീഷ്യൻ്റ് ആയിട്ട് പ്രോഫിറ്റ്, ഇപ്പം 10 ലക്ഷം രൂപ ഇവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കൈവശം ഇപ്പോൾ ഒരു 7 ലക്ഷം രൂപയോ ഉള്ളെന്ന് കരുതുക. 3 ലക്ഷം രൂപയ്ക്ക് ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്? പുതിയ ഫ്രഷ് ഇഷ്യൂ നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഫ്രഷ് ഇഷ്യൂ നടത്തും. ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോഴത്തെ ജേർണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നോർമലി നമ്മൾ പുതിയ ഷെയർസിൻ്റെ ജേർണൽ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനി പ്രീമിയത്തോട് കൂടിയാണ് പുതിയ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ മാത്രം, അതാണ് ഇവിടെ ഒരു കോളം വരച്ച് വെച്ചേക്കുന്നത്. പ്രീമിയത്തോട് കൂടിയാണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ മാത്രം ഈ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നുള്ളത് വരും. ഇല്ലെങ്കിൽ പുതിയ ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രമേ ഉള്ളൂ. പ്രീമിയത്തോട് കൂടിയാണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതെന്ന് പറയുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു സെക്യൂരിറ്റി പ്രീമിയം. മനസ്സിലായല്ലോ? അപ്പം ഓർഡർ തന്നെ പഠിച്ചു പോകണം കേട്ടോ. എല്ലാ ക്വസ്റ്റിനിലും എല്ലാം വരണം എന്നില്ല. അപ്പോൾ ആദ്യത്തെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നതായിരുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കൈവശം സഫീഷ്യൻ്റ് ആയിട്ട് ഇവരുടെ പൈസ തിരിച്ചു കൊടുക്കാൻ പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അവർ ഫ്രഷ് ഇഷ്യൂ നടത്തിയെങ്കിൽ മാത്രം ഈ ഒരു ജേർണൽ എൻട്രി വരുന്നുള്ളൂ. അടുത്തത് ഫോർ പ്രൊവൈഡിങ് പ്രീമിയം ഓൺ റിഡംഷൻ. അതായത് എന്താണ്? ഇവർ ആ ഒരു പ്രീമിയം ഉണ്ടല്ലോ, അതായത് ഇപ്പം 10 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു, പ്രീമിയത്തോട് കൂടിയാണ് ഇവർ തിരിച്ചു കൊടുത്ത് വിടുന്നതെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു, എനിക്കൊരു 2 ലക്ഷം രൂപ ഇവർ പ്രീമിയം, ഇത്ര നാൾ ഈ പൈസ ഇവിടെ കിടന്നതല്ലേ എന്ന് കരുതി എനിക്കൊരു 2 ലക്ഷം രൂപ ഇവർ പ്രീമിയമായിട്ട് തരുവാണെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപ 10 വർഷം എൻ്റെ പൈസ ഈ ഒരു കമ്പനിയിൽ കിടന്നതല്ലേ എന്നുള്ള ആ ഒരു പരിഗണനയിൽ എനിക്കൊരു 2 ലക്ഷം രൂപ അവർ പ്രീമിയമായിട്ട് തരുവാന്ന് വെക്കുക. ആ പ്രീമിയം നമുക്ക് തരുന്നത് കമ്പനി എവിടെ നിന്ന് എടുത്ത് തരണം എന്നാണ് പറഞ്ഞേക്കുന്നത്? കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാത്രമേ കമ്പനിക്ക് ആ 2 ലക്ഷം രൂപ തരാൻ പറ്റുള്ളൂ. പ്രീമിയം തരുന്നത് എപ്പോഴും പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ കമ്പനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പം അത് ഈ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ റിസർവ്സിനോട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു കോമൺ വാക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രീമിയം എവിടെ നിന്ന് എടുത്തിട്ടാണ് തരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത ജേർണൽ എൻട്രി. പ്രീമിയം എവിടെ നിന്നായിരിക്കും? ഒന്നെങ്കിൽ ജനറൽ റിസർവ്, ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഉള്ളത് അത് മാത്രമാണ് ഇവിടെ വരിക കേട്ടോ. എവിടെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവിലാണ് ബാലൻസ് ഉള്ളെങ്കിൽ ഇപ്പം നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ എന്താണ്, 2 ലക്ഷം രൂപയാണ് എനിക്ക് പ്രീമിയമായിട്ട് തരേണ്ടത്. ഫോർ എക്സാമ്പിൾ ജനറൽ റിസർവിൻ്റെ അകത്ത് 1 ലക്ഷമേ ഉള്ളെന്ന് കരുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് 1 ലക്ഷം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എങ്ങനെ ജേർണൽ എൻട്രി വരും? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 1 lakh, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 1 lakh, ടു പ്രീമിയം ഓൺ റിഡംഷൻ 2 ലക്ഷം. ഇനി ഫോർ എക്സാമ്പിൾ ജനറൽ റിസർവിൽ തന്നെ 2 ലക്ഷം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എങ്ങനെ ജേർണൽ എൻട്രി വരും? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഏതാണോ അത് വരും. അപ്പോൾ എവിടെയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസ് നമുക്ക് ഉപയോഗിക്കാം ഈ പറയുന്നതിൽ മാത്രം. അപ്പം പ്രീമിയം എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതെന്നാണ് ഈ ജേർണൽ എൻട്രി. അപ്പോൾ പ്രീമിയം ഒന്നെങ്കിൽ ജനറൽ റിസർവ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ. ടു പ്രീമിയം ഓൺ റിഡംഷൻ തന്നെ എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്തിട്ടുള്ള തുക ഇവിടെ എഴുതുക. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതായത് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് ഇവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്രയാണോ എടുത്തത് ആ പൈസ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനിയിപ്പോൾ P&L നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ P&L, ജനറൽ റിസർവിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ജനറൽ റിസർവ്. ഇനി ജനറൽ റിസർവ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ജനറൽ റിസർവ് മാത്രമേ വരുന്നുള്ളൂ. എവിടുന്നാണ് എടുത്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കണ്ടാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരു ക്വസ്റ്റിന് ജനറൽ റിസർവ് ഫുൾ എമൗണ്ട് കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ ജനറൽ റിസർവ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ജേർണൽ എൻട്രി പഠിച്ചു നോക്കുക. കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ നോക്കി ചെയ്യും. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതായത് എവിടെ നിന്ന് എടുത്തിട്ടാണോ, അതായത് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് എത്രയാണോ എടുത്തത് ആ ഈക്വൽ എമൗണ്ട്, ആ കറസ്പോണ്ടിങ് എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അടുത്ത ജേർണൽ എൻട്രി
If the cash at bank is not sufficient for making payment to the preference shareholders on redemption, either the current asset may be sold or the bank overdraft may be arranged by the company. ഇനിയിപ്പം നമ്മുടെ ഇതെല്ലാ കേസിലും ഒന്നും ഈ ജേർണൽ എൻട്രി വരുന്നില്ല. വന്നെങ്കിൽ ഇപ്പം എല്ലാ ക്വസ്റ്റിനിലും വരുന്നില്ല, പക്ഷേ ഇടയ്ക്ക് ക്വസ്റ്റിനിൽ കയറി വരാം. വരികയാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ യൂഷ്വൽ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഐറ്റം ഇല്ല എന്നെങ്കിലും വരാം. അപ്പോൾ ഇനിയിപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ക്യാഷ് ഒന്നും ഇല്ല, അതായത് ലിക്വിഡായിട്ട് മണിയൊന്നും കൈവശം ഇല്ല എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സാഹചര്യത്തിൽ കമ്പനിക്ക് വേണമെങ്കിൽ അവരുടെ ഏതെങ്കിലും കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു അസറ്റ് കൈവശം ഉണ്ടെങ്കിൽ ആ അസറ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാം ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ ഏതെങ്കിലും കറണ്ട് അസറ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കറണ്ട് അസറ്റ് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതിൻ്റെ അകത്ത് ഏതാണോ അവർ ചെയ്തത് അത്. അടുത്ത ലാസ്റ്റ് രണ്ട് ജേർണൽ എൻട്രി. ഇത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ രണ്ട് ജേർണൽ എൻട്രി ഇല്ലാതെ വരികയില്ല, റിഡംഷൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഫോർ ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മൊത്തം എത്ര രൂപയാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നുള്ള ജേർണൽ എൻട്രിയാണ്. മൊത്തം എത്ര രൂപയാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ജേർണൽ എൻട്രിയാണ്. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞെന്താ, 10 ലക്ഷം രൂപ ഞാൻ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. കമ്പനി എൻ്റെ 10 ലക്ഷം രൂപ അവിടെ കിടന്നതല്ലേ എന്ന് കരുതി എനിക്ക് 2 ലക്ഷം രൂപ പ്രീമിയം തന്നു. അപ്പം മൊത്തം ഞാൻ തിരിച്ചു പോന്നപ്പോൾ മൊത്തം 10 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടി? ആദ്യം 10 ലക്ഷം രൂപ ഞാൻ ഇട്ടതും കമ്പനി എൻ്റെ പൈസ അവിടെ കിടന്നല്ലോ എന്ന് കരുതി എനിക്ക് തന്ന 2 ലക്ഷത്തോടെ കൂട്ടി 12 ലക്ഷം എനിക്ക് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു തന്നു. അപ്പോൾ ഇത് എങ്ങനെ ഇവിടെ വരും? ടോട്ടൽ എമൗണ്ട് പേബിൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണോ അതാണ് ഈ ഒരു ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ ഞാൻ എത്ര രൂപയാണോ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത്, അപ്പോൾ എത്ര വരും? 10 ലക്ഷം. പ്രീമിയം ഓൺ റിഡംഷൻ, അവരെനിക്ക് പ്രീമിയം തന്നത് എത്രയാണ്? 2 ലക്ഷം. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 10 2 12 ലക്ഷം. അടുത്ത് ഫോർ മേക്കിംഗ് പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതായത് എനിക്ക് അവർ പൈസ എൻ്റെ കൈവശം തന്നപ്പോഴുള്ള ജേർണൽ എൻട്രി. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്, മൊത്തം അവർ എനിക്ക് എത്രയാണ് തന്നത്? 12 ലക്ഷം. അപ്പോൾ ഇവിടെ എമൗണ്ട് എത്ര വരും? 12 ലക്ഷം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്, അവരെനിക്ക് ഈ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് എന്നാണ് ഈ ജേർണൽ എൻട്രി. ഇത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പേയ്മെന്റ് നടത്തുമ്പോഴുള്ള ജേർണൽ എൻട്രി ആണ് ഇത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്, അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ആരിലോട്ട് ചെയ്യുന്നു? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലോട്ട് ചെന്നു. അപ്പോൾ ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ഓർഡർ വെച്ച് പഠിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യം എന്ന് പറയുന്ന പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുക, ആ ഓർഡർ തന്നെ പഠിച്ചു പോകണം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം എന്ന് പറഞ്ഞാൽ പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുക, അതിന് 2 ജേർണൽ എൻട്രി വരും. അടുത്തതെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പണം കൊടുക്കാനായിട്ടില്ലെങ്കിൽ കമ്പനി ഫ്രഷ് ഇഷ്യൂ നടത്തും. അടുത്ത ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിൻ്റെ തുക, ഇവർക്ക് പൈസ നമ്മൾ തിരിച്ചു കൊടുത്ത് എന്താണെങ്കിലും വിടണമല്ലോ. ഇനി പ്രീമിയത്തോടു കൂടിയാണ് തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ തുക നമ്മൾ എവിടുന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് ഇവർക്ക് പൈസ തിരിച്ചു കൊടുത്തു വിടുവാണെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്ര എടുക്കുന്നുണ്ടോ അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ ലാസ്റ്റ് വരുന്ന രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ടോട്ടൽ നമ്മൾ എത്ര രൂപ കൊടുക്കാനായിട്ടുണ്ടെന്നുള്ളത് വരും, ലാസ്റ്റ് അവർക്ക് കൊടുക്കുമ്പോഴത്തെ വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് നെക്സ്റ്റ് ടോപ്പിക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതായത് ഒരു 1-2 ചെറിയ ടോപ്പിക്സ് കൂടി ഉള്ളൂ, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്ന കേട്ടോ. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, എ റിസർവ് ക്രിയേറ്റഡ് ബൈ ദ കമ്പനി ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ഈസ് കോൾഡ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. Capital redemption reserve account can be used for the issue of fully paid bonus shares to the shareholders. അപ്പോൾ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെയാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുക. നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ റിഡീം ചെയ്യുവാണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ആ ഒരു സെയിം ഈക്വൽ എമൗണ്ട്, പ്രോഫിറ്റിൽ നിന്ന് എത്ര രൂപ എടുത്ത് കൊടുക്കുന്നോ ആ സെയിം ഈക്വൽ എമൗണ്ട് ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് വരും. ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇതിൽ പൈസ ഉണ്ടെങ്കിൽ അത് എടുത്ത് നമുക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അടുത്ത ടോപ്പിക്ക് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതായത് ഏതൊക്കെ പ്രോഫിറ്റ് നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന്. പ്രോഫിറ്റിൽ നിന്നെടുത്ത് നമുക്ക് റിഡീം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു വാക്ക് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട്, ഇതും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന കേട്ടോ.
നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആവശ്യമുണ്ട്. ഏതൊക്കെ പ്രോഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്, അതായത് റിഡംഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ പ്രോഫിറ്റ് യൂസ് ചെയ്യാം. ഒന്ന് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പി ആൻഡ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ട് എന്ന് ക്വസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. ജനറൽ റിസർവ് എടുക്കാം, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് എടുക്കാം, ഇൻഷുറൻസ് ഫണ്ട് എടുക്കാം, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു 5 എണ്ണം മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഇനി ഏതൊക്കെ അടുത്തെന്ന് തന്നെ പ്രോഫിറ്റ് നോട്ട് അവൈലബിൾ ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഏതൊക്കെ പ്രോഫിറ്റ് നമുക്ക് ഈ റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നുണ്ട്. ആ പാടില്ലാത്ത ഐറ്റംസ് ആണ് ഇനി പറയുന്നത്. ഒന്നാമത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, പിന്നെ ലാസ്റ്റ് വൺ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഏതൊക്കെ പ്രോഫിറ്റ് നമുക്ക് ഇതിന് ഉപയോഗിക്കാം, ഏതൊക്കെ പ്രോഫിറ്റ് ഇതിന് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അപ്പം ഉപയോഗിക്കാവുന്ന ഏതൊക്കെയാണ്? പി ആൻഡ് അക്കൗണ്ട് യൂസ് ചെയ്യാം, ജനറൽ റിസർവ് യൂസ് ചെയ്യാം, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് യൂസ് ചെയ്യാം, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് യൂസ് ചെയ്യാം, ഇൻഷുറൻസ് ഫണ്ട് യൂസ് ചെയ്യാം. അപ്പം ഏതൊക്കെ യൂസ് ചെയ്യാമെന്ന് മാത്രം പഠിച്ചാൽ പോരെ, ഏതൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും 2 ടോപ്പിക്കും പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ തിയറി പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്ന് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ജേണൽ എൻട്രീസ് കാണാതെ പഠിച്ചിട്ട് എനിക്ക് വോയിസ് അയക്കുക. ഓരോ ജേണൽ എൻട്രീസും മനസ്സിലാക്കി പഠിച്ചിട്ട്, കാണാതെ ആ ഓർഡറിൽ തന്നെ എല്ലാവരും പഠിച്ചതിന് ശേഷം എനിക്ക് എല്ലാവരും വോയിസ് അയക്കുക കേട്ടോ. കാരണം ഈ ജേണൽ എൻട്രീസ് ആണ് ഈ ഒരു ചാപ്റ്റർ ഫുൾ. ഈ ജേണൽ എൻട്രീസ് പഠിച്ചാൽ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പം താങ്ക് യു.